മുജാഹിദുകൾക്കെതിരെ ഇവർ ആരോപിച്ചത്, ഇവർ മരിച്ചിടത്ത് യാസീൻ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, പക്ഷേ ഇവർ ഓതുന്നില്ല എന്ന്. എന്നിട്ട് മുസ്ലിയാരെ ആ ഹദീസ് ഒന്ന് പറയണ്ടേ, അതൊന്ന് ഇട്ട് കൊടുക്കൂ. اقرأوا على موتاكم سورة ياسين. ابن حبان رضي الله عنه, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെച്ച ഹദീസ്. മരണപ്പെട്ടവരുടെ പേരിൽ നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. ഇമാം ശഅബി തങ്ങൾ പറഞ്ഞു, കാനത്തിൽ അൻസാറു യഖറഊന ഇൻദൽ മയ്യിതി സൂറത്തുൽ ബഖറ. മയ്യിത്തിന്റെ സമീപത്ത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന പതിവ് അൻസ്വാറുകളായ സ്വഹാബത്തിനുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, എന്താ പറഞ്ഞത്? എന്താ തെളിവ് പറഞ്ഞത്? ഇഖ്റഊ മൗതാകും സൂറത്ത് യാസീൻ. ഇതാണ് അദ്ദേഹം തെളിവ് പറഞ്ഞത്. ഇതാണ് അദ്ദേഹം തെളിവ് പറഞ്ഞത്. മരണം നടന്നു കഴിഞ്ഞ വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതണം എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. എന്നാൽ ഈ ഹദീസ്, ഈ റിവായത്തിനെ കുറിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞത്? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, അൽ-അദ്കാറിൽ ഇതിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്നാണ്. സുനൻ അബൂ ദാവൂദിൽ ഉദ്ധരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ? ഇസ്നാദുഹു ദഈഫുൻ, ഇതിന്റെ സനദ് ദുർബലമാണ്. ഈ റിവായത്തിന്റെ സനദ് ദുർബലമാണ്. ഫീഹി മജ്ഹൂലാനി, അതിലറിയാത്ത രണ്ട് വ്യക്തികൾ അതിന്റെ സനദിലുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പറഞ്ഞിട്ടുള്ള എന്താ? ഇഖ്റഊ മൗതാകും സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുക്കൽ സൂറത്ത് യാസീൻ ഓതണമെന്നല്ല, മറിച്ച് മരണാസന്നനായവന്റെ അടുക്കൽ ഓതണമെന്നാണ് മറ്റൊരു വിശദീകരണം അതിന് കാണാൻ കഴിയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ എത്ര സ്വഹാബത്താ ലോകത്തോട് വിട പറഞ്ഞു പോയത്? എത്ര ആളുകളാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്? അവരുടെ വീട്ടിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ രേഖ കൊണ്ടുവരൂ. ദുർബലമായ രേഖകളല്ല, ബലമുള്ള രേഖകൾ നിങ്ങൾ കൊണ്ടുവാ. നിങ്ങൾക്ക് മരിച്ചിടത്ത് ഖുർആൻ ഓതണമെങ്കിൽ. ഇനിയോ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് ഇസ്തൻബത ശാഫിഈ ഇമാം ശാഫിഈ തെളിവ് പിടിച്ചിട്ടുണ്ട് റഹിമഹുല്ലാ. വമനിത്തബഅഹു, അദ്ദേഹത്തെ പിൻപറ്റിയവരും തെളിവ് പിടിച്ചിട്ടുണ്ട്. ഏതായത്തിൽ നിന്ന്? സൂറത്തുൻ നജ്മിലെ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. അതെ, ഓരോ മനുഷ്യർക്കും അവൻ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ശാഫിഈ മദ്ഹബുകാരനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, വഖദ് വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ആയത്തിൽ നിന്ന് ഇസ്തൻബത ശാഫിഈ വമനിത്തബഅഹു, ശാഫിഈ റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ പിൻപറ്റിയ ആളുകളും തെളിവ് പിടിച്ചിട്ടുണ്ട്, അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഇ സവാബിഹാ ഇലൽ മൗതാ, ഖുർആൻ ഓതിക്കൊണ്ട് അതിന്റെ പ്രതിഫലം ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് ലഭിക്കില്ല. ശാഫിഈ മദ്ഹബിന്റെ പണ്ഡിതനാ വിശദീകരിച്ചത്. ഈ ശബ്ദം കേൾക്കുന്ന ഇപ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും മരിച്ച സ്ഥലത്ത്, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൽ ഇസ്ലാമിൽ രേഖയുണ്ടോ? ഇല്ല എന്നാ ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ, മരിച്ച വീട്ടിൽ അങ്ങനെ ഖുർആൻ ഓതണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. നല്ലതല്ലേ എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ അനുവാദമില്ല. അത് ശരീഅത്തിൽ കൈകടത്തലാണ്, അല്ലാഹുവിന്റെ ദീനിൽ കൈകടത്തലാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഏതെങ്കിലും മരിച്ച വ്യക്തിയുടെ വീട്ടിൽ പോയി, അവിടെ പോയി വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതിയിട്ടില്ല, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പാരായണം ചെയ്തിട്ടില്ല. നമ്മുടെ നാടുകളിൽ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് പോലെ അതൊരു സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഏർപ്പാടാണ്. കണ്ടോ, ശാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ പറഞ്ഞെന്താ? ഈ ആയത്ത് വെച്ചുകൊണ്ട് ഇമാം ശാഫിഈയും അദ്ദേഹത്തെ പിൻപറ്റിയവരും തെളിവ് പിടിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതി മരിച്ചവർക്ക് ഹദിയ ചെയ്താൽ, അത് ഹദിയ ചെയ്താൽ ലാ യസിലു ഇഹ്ദാഇ സവാബിഹാ ഇലൽ മൗതാ,
മരിച്ച ആളുകൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല. എന്നിട്ട് അതിന് കാരണം പറയുന്നുണ്ട്, ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് ആ വ്യക്തിയുടെ അധ്വാനത്തിലോ ആ വ്യക്തിയുടെ പ്രവർത്തനത്തിലോ പെട്ടതല്ല. വലിഹാദാ, അതുകൊണ്ട് ലം യുൻദബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉമ്മത്തിനെ അത് പഠിപ്പിച്ചിട്ടില്ല. വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ, അത് ചെയ്യാൻ പ്രേരണ നൽകുകയോ അതിലേക്ക് എന്തെങ്കിലും മാർഗങ്ങൾ കാണിച്ചു തരികയോ ചെയ്തിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഖണ്ഡിതമായ തെളിവിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വല്ല സൂചനയിലോ അങ്ങനെ മരിച്ചവന്റെ അടുക്കൽ ഖുർആൻ ഓതണമെന്ന ഒരു തെളിവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇത് പറയുന്നത് ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ പറ, അല്ലെങ്കിൽ മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ തെളിവുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രബലമായ ബലമുള്ള രേഖ കൊണ്ടുവരൂ. അപ്പോ നമ്മൾ സുന്നത്തിനെ നിഷേധിക്കുന്നവരല്ല, നമ്മൾ സുന്നത്ത് വേണ്ട എന്ന് പറയുന്നവരല്ല. അപ്പോ വിശുദ്ധ ഖുർആൻ മരിച്ചിടത്ത് ഓതുക എന്നുള്ളത് സുഹൃത്തുക്കളെ അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. മാത്രമല്ല അവിടെ വന്നുകൊണ്ട് മുസ്ലിയാർ ഇങ്ങനെ എന്ത് ചെയ്യും, ഖുർആൻ ഇങ്ങനെ പരക്കപ്പാട് ഓതും അല്ലേ, അതിനുശേഷം പിന്നെ കൈമടക്കുവാണ്.